ചാക്കുണ്ട് പറശ്ശേരി മേഖലകളിൽ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ വനം വകുപ്പ് മേൽമേഖലകളിൽ പ്രത്യേക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കടുവയുടെ ആക്രമണമുണ്ടായ അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ നിലവിൽ 20 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതലുള്ള ക്യാമറ ദൃശ്യങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ ക്യാമറകൾ ഇന്ന് സ്ഥാപിക്കുകയും ചെയ്യും. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് ദൗത്യത്തിനായി ഇറങ്ങിയിട്ടുള്ളത്. ഇതെവിടെയാണ് ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എപ്പോഴും ഒരു കടുവയ്ക്ക് ഒരു ഹൈഡ് ഔട്ട് പ്ലേസ് ഉണ്ടാവും. അത് ആക്റ്റീവ് ഇല്ലാത്ത സമയത്ത് ഉണ്ടാവും. ആ സ്ഥലത്തേക്ക് നമ്മൾ കയറുക, അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആദ്യത്തെ ടാസ്ക്. കടുവയെ പിടികൂടാനുള്ള കൂടുകളും ഇന്ന് സ്ഥാപിക്കും. തിരച്ചിലിനായി 2 കുങ്കിയാനകളെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ എത്തിച്ച കുഞ്ചുവിനൊപ്പം കോന്നി സുരേന്ദ്രനെയും ദൗത്യത്തിനിറക്കും. ഇരുവരും കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിൽ കൃത്യമായ പരിശീലനം ലഭിച്ചവരാണ്. നിലവിൽ മയക്കുവെടി വയ്ക്കാനാണ് ഉത്തരവ് നൽകിയിട്ടുള്ളതെന്നും ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടാൽ മാത്രമേ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനം എടുക്കാനാവൂ എന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ക്യാമറകൾ സ്ഥാപിച്ചു, ഡോക്ടർമാർ അവിടെയുണ്ട്, കുങ്കിയാനകൾ വന്നിട്ടുണ്ട്, മയക്കുവെടി വെക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൊല്ലുക എന്നുള്ളത് ലാസ്റ്റാണ്. വയനാട്ടിൽ നിന്ന് കൂടുതൽ തെർമൽ ഡ്രോൺ ക്യാമറകളും തിരച്ചിലിനായി എത്തിക്കും. ആക്രമണം നടന്ന ഭൂപ്രദേശം തിരച്ചിലിന് ഏറെ വെല്ലുവിളി നിറഞ്ഞതുമാണ്. രണ്ടും ഉണ്ട്. അതായത് ഇപ്പോൾ തിരച്ചിലിന്റെ സമയത്തിൽ അവർക്ക് ഒരു എൻകൗണ്ടർ വരികയാണെങ്കിൽ അവർ മയക്കവെടി യൂസ് ചെയ്യും. അതർവൈസ് കൂടി എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് പോകുന്നതാണ്. സംഭവത്തിൽ DCC പ്രസിഡന്റ് VS ജോയിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കാളികാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മന്ത്രി AK ശശീന്ദ്രൻ കടൽ കിഴവനാണെന്നാണ് VS ജോയിയുടെ അധിക്ഷേപം. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. അതേസമയം കടുവാ ഭീതി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല. കടുവയെ പിടികൂടണമെന്നും കൊല്ലണമെന്നുമാണ് അവരുടെ ആവശ്യം. ഇതൊരു ജനവാസ മേഖലയാണ്. ഇവിടെ ഒരു മയക്കുവെടി വെച്ചുകൊണ്ട് ഇതിനെ പിടിച്ചു കൊണ്ടുപോകുന്നതോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. അതിൻ്റെ വ്യവസ്ഥകൾ എന്ത് വെച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികൾ അറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ടാപ്പിംഗ് തൊഴിലാളിയായ കല്ലാമൂല സ്വദേശി ഗഫൂറും സുഹൃത്തുക്കളും ചേർന്ന് ഇന്നലെ പുലർച്ചെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. കൂട്ടുകാർക്ക് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും ഗഫൂറിനെ കടുവ കീഴ്പ്പെടുത്തുകയായിരുന്നു. കടുവയെ ഉടൻ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ ഏറെ പ്രതിസന്ധിയിലാവുന്നത് ഈ പ്രദേശത്തുകാർ തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഇവിടെയുള്ള പലരും ജോലിക്ക് പോയിട്ടില്ല. അതോടൊപ്പം നിരന്തരമായി ഉണ്ടാവുന്ന വന്യജീവി ശല്യത്തിൽ ഇവരൊന്നാകെ രോഷത്തിലുമാണ്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.